ആറ്റിങ്ങലും മലപ്പുറവും UDF-നൊപ്പമെന്ന റിപ്പോർട്ട് മെഗാ പ്രീ പോൾ സർവേ 2019 വിജയം ആവർത്തിക്കുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത്. BJP ആറ്റിങ്ങലിൽ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നുമാണ് പ്രവചനം. രാഹുൽ പ്രധാനമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലപ്പുറത്ത് സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയിലധികം പേരും. പിണറായി സർക്കാരിനോടുള്ള അതൃപ്തി വ്യക്തമാക്കുന്നതായിരുന്നു രണ്ട് മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ പ്രതികരണം. ആറ്റിങ്ങൽ മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുടെ ഫലസൂചനകളിലേക്ക് നമ്മൾ പോകുന്നു. ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുണ്ടെങ്കിലും ആറ്റിങ്ങൽ അടൂർ പ്രകാശിനെ കൈവിടില്ല. UDF വിജയം ആവർത്തിക്കുമെന്ന് സർവേയിൽ പങ്കെടുത്ത 37.7% ആളുകളും അഭിപ്രായപ്പെടുന്നു. 31.4% പേർ LDF-നും 28.2% പേർ BJP വിജയിക്കുമെന്നും പറയുന്നു. അടൂർ പ്രകാശിന്റെ പ്രവർത്തനം ശരാശരിയെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനവും പ്രതിപക്ഷ പ്രവർത്തനവും ശരാശരിയെന്നാണ് 32.5% ആളുകളും പറയുന്നത്. LDF സർക്കാരിന്റെ രണ്ടാമൂഴം മോശമെന്നാണ് 72.3%ന്റെയും അഭിപ്രായം. BJPക്ക് പ്രതീക്ഷയേകുന്ന പ്രതികരണമാണ് സർവേയിൽ പ്രതിഫലിക്കുന്നത്. പ്രീപോൾ സർവേ തള്ളുകയാണ് CPIM നേതൃത്വം. 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF-ന്റെ MLA-മാരാണ് ഉള്ളത്. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ കണ്ണുമടച്ച് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ വികസന പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം പോലെ തന്നെ പാർലമെന്റിലും അത് വരും. മുസ്ലിം ലീഗിന്റെ മലപ്പുറം കോട്ട ഇത്തവണയും ഇളകില്ല. സർവേയിൽ പങ്കെടുത്ത 52.5% പേരും മലപ്പുറത്ത് UDF തന്നെ വിജയിക്കുമെന്ന അഭിപ്രായക്കാരാണ്. 38.5% പേർ LDF-ന് അനുകൂലമായി പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി തരംഗം മലപ്പുറത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന സൂചനകളാണ് സർവേയിൽ ലഭിച്ചത്. പ്രധാനമന്ത്രിയാകണമെന്ന് 72.8% പേർ അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദിയെ 10% പേർ മാത്രമാണ് അനുകൂലിക്കുന്നത്. ഇന്ത്യ മുന്നണി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് മലപ്പുറത്ത്. VD സതീശൻ മുഖ്യമന്ത്രി പദത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും കുറവല്ല. മലപ്പുറത്ത് ഈ ഇത്രയും ചോദ്യങ്ങളിൽ നിന്ന് ലീഗിന് ബർക്കത്തുള്ള ഒരു വിജയമുണ്ടോ? അതെ, കൃത്യമായിട്ടും വിജയം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.